ഒരു കൊച്ചു വീടുണ്ട്. ആ വീട് കണ്ടു കഴിഞ്ഞാൽ വെൺമണി ക്രൂസൈഡിൽ 6-ാം ദിവസം പ്രസംഗിച്ച പുള്ളിയുടെ വീടാണോ ഈ വീടെന്നൊരു സംശയം വരും. ആ വീട് കണ്ട ഇദ്ദേഹം പിന്നെ എന്നെ വിളിക്കും, വേറെ ആരും എന്നെ വിളിക്കുകയില്ല. ആ ദരിദ്ര വീട്ടിൽ ജനിച്ചു വളർന്നവനാ ഞാൻ. എൻ്റെ അനുഭവം കൊണ്ട് പറയാം, നീ എവിടെ ജനിച്ചു എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം, ജനിച്ചെന്നുള്ളതാ ദൈവത്തിന് വിഷയം. കാലിത്തൊഴുത്തി പിറന്നു വീണവനെ കാണാൻ ടാക്സ് കളക്ടർ കാട്ടത്തിയിൽ വലിഞ്ഞു കയറിയില്ലേ സാറേ, നീ ജനിച്ച വീടല്ല ദൈവത്തിന് വിഷയം, നീ ജനിച്ചതാ വിഷയം. അതുകൊണ്ടാണ് ഞാൻ പാടി അവൻ ആർക്കും കടക്കാരനല്ലെന്ന്. സത്യത്തിലെ പാട്ട് ഭക്തവത്സലന്റെ പാട്ടാണ്. ലോകപ്രസിദ്ധ ഗായകനാണ് ഭക്തവത്സലൻ, അദ്ദേഹത്തിന്റെ പാട്ടാണത്. പക്ഷെ എൻ്റെ അപ്പൻ എന്നെ നടത്തിയ വഴികൾ ഓർത്തപ്പം അറിയാതെ ഞാൻ ഇരുന്ന് പാടിപ്പോയതാ. അവൻ ആർക്കും കടക്കാരനല്ല. കഴിഞ്ഞ ദിവസം ഒരാളൊരു കമന്റ് ഇങ്ങോട്ട് അയച്ച്, പുള്ളിയുടെ പാട്ടല്ലേ ഇടൂ അത്. ഞാൻ പറഞ്ഞു അതെ സത്യമാണ്, പക്ഷെ ഈ 4 വരി അറിയാതെ ഞാൻ പാടിപ്പോയതാ, അതിന് ഉത്തരവാദി അവനാ, ഞാനല്ല. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. 3 ആമക്കളെ വളർത്താൻ അപ്പനും അമ്മയും പെട്ട പാട് വിശദീകരണത്തിനപ്പുറമാ. വെള്ളത്തിൽ മുങ്ങി പണിയെടുക്കുന്ന ഒരു അപ്പൻ, കൊയ്യാനും മെതിക്കാനും മാത്രം അധ്വാനിച്ച് നടക്കുന്ന ഒരു അമ്മ, 7-ലും 8-ലും ഒക്കെ സ്കൂൾ വിട്ട് വരുമ്പം 10ഉം 12ഉം കറ്റയെടുത്ത് കെട്ടി അമ്മ വരമ്പത്ത് കൂടെ കാണുമ്പം അറിയാതെ ചങ്കൊന്നും നിറയും. ദൈവമേ, 3 പിള്ളേർക്ക് ഭക്ഷണം തരാനാണല്ലോ അപ്പനും അമ്മയും കഷ്ടപ്പെടുന്നത്. താങ്ക് യു ജീസസ്. ഒരു സ്തോത്രം പറഞ്ഞ് കർത്താവ് പോരല്ലോ ശക്തിയോടെ. ഹല്ലേലൂയ. ഇന്ന് ദൈവം എന്നെ ഉയർത്തി, ഒത്തിരി ദൈവം എന്നെ മാനിച്ചു. പക്ഷേ ഞാൻ വന്ന വഴി ഒരിക്കലും മറക്കുകയില്ല. ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാ. ഞാൻ നടന്നതല്ല, ദൈവം എന്നെ നടത്തിയതാണ്. ഞാനിങ്ങനെ ആകാൻ ഇതിൻ്റെ പിമ്പിൽ കഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവർക്കും വന്ദനം ചെയ്യുന്നവനാണ് ഞാൻ. ഫ്രീസ്തല്ലോ. കാരണം അവർ എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരുന്നു. സ്തോത്രം പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? ചില സമയത്ത് അപ്പന് 3 നേരം ഭക്ഷണം കൊടുക്കാൻ ഇല്ലാതെ വരുമ്പം ഏതെങ്കിലും ഒന്നിനെ അമ്മയുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടും. അമ്മ വീട്ടുകാരൊക്കെ ഒത്തിരി കാശുള്ളവരാ. ഫ്രീസ്തല്ലോ. അവർ ഭക്ഷണം തരും, പക്ഷേ ചില ഡയലോഗുകൾ പറഞ്ഞാൽ ഭക്ഷണം തരുന്നേ. അന്ന് അതിൻ്റെ ടേസ്റ്റ് അറിയില്ല. ഓർമ്മ വെച്ച് ഇന്ന് ഓർമ്മയിൽ ആ വാക്കുകൾ തിങ്ങി നിൽക്കുന്നത് കൊണ്ട് ഇന്ന് ആ ടേസ്റ്റ് ഉണ്ട്. അറിയാതെ കണ്ണ് നിറഞ്ഞു പോകും. അത് കഴിക്കേണ്ട വന്നല്ലോ. പക്ഷേ അവരെയും സ്നാനപ്പെടുത്താനുള്ള കൃപ കർത്താവ് ഞങ്ങൾക്ക് നൽകി. അവൻ ആർക്കും കടക്കാരനല്ല. ഒന്ന് പിടിച്ചു വെച്ചേക്കണം ആ വരി. ഫ്രീസ്തല്ലോ. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് പിടിച്ചു പുറകെ വരാനാ. അടി ഹല്ലേലൂയ, കരകീർത്തി ഹല്ലേലൂയ പറഞ്ഞ കർത്താവിന് പോരാ ശക്തിയോടെ. ഹല്ലേലൂയ. ചാണകം മെഴുകിയ തറയും തഴപ്പായും പഞ്ഞിപ്പലക കൊണ്ട് അടിച്ച മറയൊക്കെ അതൊക്കെയായിരുന്നു വീട്ടിലെങ്കിലും എന്നാ പാട്ടുആരാധനയായിരുന്നു അറിയാവോ അപ്പനും അമ്മേ. കൊട്ടിയും പാടിയും പൊട്ടിച്ച ട്രമ്മിനും ടാമറിനും കയ്യും കണക്കുമില്ല. പക്ഷെ 3 പിള്ളേരെ വളർത്തിയത് ഒറ്റ ആഗ്രഹത്തിലാ, സുവിശേഷകനാക്കണം. സ്തോത്രം പറഞ്ഞ ദൈവത്തിന്. എൻ്റെ അപ്പനും അമ്മയും ഒരു നേരം ഞങ്ങളെ പട്ടിണി ഇട്ടിട്ടില്ല, ഒറ്റ നേരം. പക്ഷേ 5 വർഷം എൻ്റെ വടക്കേണ്ടിയിലെ വേലയിൽ വിശപ്പ് എന്താണെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് പട്ടിണി, എന്താണ് വിശപ്പ്, 32 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നാലുള്ള ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്. അന്ന് എൻ്റെ ടേസ്റ്റ് എൻ്റെ ഓർമ്മയിലുണ്ട്. മഹാരാഷ്ട്രയുടെ മണ്ണിൽ ചില നാളുകൾ ഞങ്ങൾ കുടുംബമായി വേല ചെയ്തപ്പോൾ സുവിശേഷ വേലയല്ലാതെ അന്നും ഇന്നും മറ്റൊന്നുമില്ല. ഹിന്ദി അറിയാൻ മേലാത്ത എന്നെ വടക്കേണ്ടിയിൽ കൊണ്ടിട്ടപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് എൻ്റെ അകത്ത് തന്ന വചനം ഇതാ, എടാ ഗലീലക്കാരന് ഗലീല ഭാഷയല്ലേ അറിയാവൂ. അവൻ പറഞ്ഞ അന്യഭാഷ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഞാൻ നിന്റെ കൂടെ ഇല്ലേ. എല്ലാ ഭാഷയും പരിശുദ്ധാത്മാവിന് അറിയാമെന്ന് ഞാൻ പറഞ്ഞാൽ ആത്മാവുള്ള ദൈവമക്കൾ ആ കര ഉയർത്തി സ്തോത്രം 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 എന്ന് പറയുന്നേ. ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ എൻ്റെ കാര്യം അങ്ങ് വിട്. ഞാൻ ചെറുപ്പം മുതൽ ഡെഡിക്കേറ്റഡാ. പക്ഷെ എന്നാലും എൻ്റെ കുടുംബം കല്യാണം കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച മുതൽ വടക്കേണ്ടിയിൽ എത്തിയതാ. 3ാമത്തെ ആഴ്ച മുതൽ അവൾക്ക് മനസ്സിലായി 5 നയാ പൈസ ഇല്ലാത്തൊരു പുള്ളിയാ എൻ്റെ ഭർത്താവെന്ന്. 10 വർഷം കഴിഞ്ഞ് അവിടെ അമ്മയും അപ്പനും അത് അറിയുന്നത് പട്ടിണിയായിരുന്നെന്ന്. ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ ഒരുത്തനെയാണല്ലോ എൻ്റെ തല കെട്ടിവെച്ചതെന്ന് ചോദിച്ചിട്ടില്ല. കൃപയാൽ ദൈവം ഞങ്ങളെ ഉയർത്തി. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഏത് വ്യക്തിയുടെയും സപ്പോർട്ട് നാടല്ല, ഏത് വ്യക്തിയുടെയും സപ്പോർട്ട് കുടുംബമാണ്. നാട് മൊത്തം നിന്റെ കൂടെ ഉണ്ടെങ്കിലും കുടുംബം നിന്റെ കൂടെ ഇല്ലെങ്കിൽ നീ ഒരു ഹതഭാഗ്യനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൈമാറുക. നിന്നോളം ശപിക്കപ്പെട്ട വ്യക്തി വേറെ മണ്ണി കാണത്തില്ല. ലോകം മൊത്തം കൂടെ ഇല്ലേലും നിന്റെ കുടുംബം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഭാഗ്യവാനാ. ആ ഭാഗ്യം കിട്ടാതെ പോയ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ബൈബിൾ അത് പറയുന്നു. വ്യക്തിയുടെ പേര് ഇയ്യോബ് എന്നാണ്. കഷ്ടവും നഷ്ടവും ദുഃഖങ്ങളും വ്രണങ്ങളും ശരീരത്തിലും ജീവിതത്തിലും ആഞ്ഞടിച്ചപ്പോ കൂടെ നിൽക്കേണ്ട ഭാര്യ പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുക. എന്താ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ ത്യജിച്ചു കള. പോയി ചാകടോ. നിങ്ങളില്ലാതെ ജീവിക്കുന്നതാ നിങ്ങളുള്ളതിനേക്കാൾ എനിക്ക് സന്തോഷം. പോയി ചാക്. ഏറ്റവും വലിയ സപ്പോർട്ട് കുടുംബത്തിൻ്റെയാ.
ഭാര്യയുടെ ക്യാപിറ്റൽ ഭർത്താവ്, ഭർത്താവിന്റെ ക്യാപിറ്റൽ ഭാര്യ. അവർ അനുവദിക്കാത്ത ദൂരം ആർക്കും ഓടാൻ പറ്റില്ല. ആരും കൂടെ ഇല്ലെങ്കിലും കുടുംബം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പിശാചിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. എല്ലാവരും കൂടെയുണ്ട്. കുടുംബം നിന്നെ തള്ളിയാൽ പിശാച് നിന്നെ ഇട്ടമ്മാനവാടും. അതുകൊണ്ട് ദൈവം പറയുന്ന വചനം ഇന്ന് രാത്രി ശിരസ വഹിച്ച്, നാട്ടിലെ മാറ മധുരമായില്ലേലും സാരമില്ല, വീട്ടിലെ മാറ മധുരമാകട്ടെ. നാട് നന്നാക്കി നടക്കുന്ന നിന്റെ വീടിന്റെ അകത്തെ കയ്പ് ഇന്ന് രാത്രി അഴിയാൻ പരിശുദ്ധാത്മാവ് നിനക്ക് കൈമാറുകയാ.